ഇറ്റ്സ് മീ ആദർശ് രാജേഷ് ഫ്രം എഡിറ്റെക്സ്. അപ്പോൾ എൻ്റെ കയ്യിൽ എന്താ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ വീക്കൂളിൻ്റെ S6 എൻ്റെ സെൽഫി സ്റ്റിക്കാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു യൂട്യൂബർക്ക് ആണല്ലോ, അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല, നിങ്ങളാക്കി തന്നെ. അപ്പോൾ അത് പ്രമാണിച്ച് ഞാൻ സെൽഫി സ്റ്റിക്ക് ബുക്ക് ചെയ്തൊക്കെയാണ് വ്ളോഗ് ചെയ്യാനും കാഷ്വൽ വീഡിയോസൊക്കെ എടുക്കാനും. അപ്പോൾ എനിക്ക് തൊട്ട് നമുക്ക് നല്ല പ്രോപ്പർ സ്റ്റാൻഡും പ്രോപ്പറായിട്ടെല്ലാം ചെയ്യാം. ഇപ്പോൾ എനിക്ക് ഒരിടത്ത് നിന്ന് സെപ്പറേറ്റ് ആയിട്ട് ക്യാമറ എടുത്ത് വെച്ച് സമാനമായിട്ട് വീഡിയോ ഒക്കെ ചെയ്യാം. കാരണം ഇത് 4-in-1 ഡിവൈസാണ് ഗൈസ്. 4 ഡിവൈസ് ഒന്നിലുണ്ടാവും. അപ്പോൾ അതിന് ഉപയോഗമുള്ളൊരു സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ ഇതാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ ഷോർട്സായിട്ട് ഇടാൻ പറ്റുന്ന വീഡിയോ ആണ്, പക്ഷേ ഷോർട്സിലൊന്നും ഇവ നിൽക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് സൈകിട്ട് ഞാൻ വീഡിയോ തന്നെ ഇരുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഗാഡ്ജറ്റ്സിന് വേണ്ടി ഇനിയും വരിക. അപ്പം നമുക്കിതിനെ അൺബോക്സിങ്ങോട് കിടക്കാം. പെട്ടിയിലോട്ട് ക്ലോസറിൽ കൊടുത്താൽ സാധനം ഇങ്ങനെയാണ് നിൽക്കുന്നത്. നമുക്ക് ഡിറ്റാച്ച് ചെയ്യാം, അതൊക്കെ ഞാൻ ചെയ്ത് കാണിക്കും. പിന്നെ എന്താ പറയുക, കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഞാനപ്പോൾ ഇത് അൺബോക്സിങ് കിടക്കാം. സാധനം എല്ലാവരും മുകളിൽ നിന്ന് തുടങ്ങണം, പക്ഷേ നമ്മൾ മാറ്റി പിടിക്കുകയാണ് ഗൈസ്. താഴെ നിന്ന് അൺബോക്സ് ചെയ്യാം. പറഞ്ഞപ്പോൾ തന്നെ ചാടിപ്പോന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. ആസ് ഓൾവേസ് ഇൻസ്ട്രക്ഷൻസ് ആരും വായിക്കില്ല. ഈ കാര്യത്തിൽ ഞാൻ മിക്കവാറും വായിക്കുമായിരിക്കും, കാരണം ഞാൻ യൂട്യൂബിൽ നിന്ന് ഇത് ട്യൂട്ടോറിയൽ ഒന്നും കാണില്ല, അല്ലാണ്ടായിരിക്കും ചെയ്യുന്നത്. 1 ഇയർ വാറണ്ടിക്കാരാണ്. അപ്പോൾ എടുത്ത് വെച്ചു, ആവശ്യം വരും. അപ്പോൾ പെട്ടി അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് സാധനത്തിലോട്ടായിട്ട് കിടക്കാം. അപ്പോൾ പാക്കല്ലൊക്കെ പൊന്നി സുന്ദര കുട്ടപ്പനായിട്ടാണ് നമുക്ക് കണ്ടിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വെയിറ്റ് തോന്നുന്നുണ്ട് എനിക്ക് ഇത് പിടിച്ചപ്പോൾ തന്നെ. യെസ് ഗൈസ്, ഇതാണ് നമ്മുടെ സെൽഫി സ്റ്റിക്ക്. ഇതിപ്പോൾ ഒരു ലൂസ് കിടക്കുകയാണ്. ഇത് ടൈറ്റ് ആക്കാനുള്ള ഫീച്ചർ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതില്ല, ടൈറ്റ് ആക്കാം. അത് നല്ലൊരു കാര്യമാണ്. നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലൂടെ തന്നെ. അപ്പം ഇങ്ങനെയാണെന്ന് തുറക്കണത്. കാരണം ഞാൻ ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഉണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ സാധനം ഞാൻ ബുക്ക് ചെയ്തത്. അപ്പോൾ കുറച്ച് പരിപാടികളൊക്കെ എനിക്കറിയാം, പക്ഷെ ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന മിക്ക കാര്യങ്ങളും യൂട്യൂബിൽ നോക്കൂല, ഇൻസ്ട്രക്ഷൻസ് ഞാൻ വായിക്കുമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഞാൻ ഉപ്പും മുളകും വരിയിട്ട് അരിച്ച് ഇറക്കി നിങ്ങൾക്ക് തരും. അപ്പോൾ ഉപ്പും മുളകും എന്നാണ് എനിക്ക് പറയണം, അത് പോട്ടെ. യെസ് ഗൈസ്, ഇത് നീണ്ട് വെറുതെ നല്ല നീളമുള്ള സാധനമാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ വേണമെങ്കിൽ എൻ്റെ ഒരു പഴയ ഫോണാണിത് ഓപ്പോടെ അടിച്ചു പോറായി. അപ്പോൾ ഞാൻ ഈ പഴയ ഫോൺ ഞാൻ വെച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇറക്കൊന്നുമില്ല. അപ്പോൾ ഇവിടെ കുറച്ച് വോബിളിനെസ് ഉണ്ട്, അത് ഈ ഫോൺ സ്ലിം ആയതുകൊണ്ട് ഇത്തിരി. അപ്പോൾ നമുക്ക് ടൈറ്റ് ആക്കിയാൽ സെറ്റായി. ഇതിപ്പോൾ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ കൊണ്ടുപോകാം. നമുക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ മുടക്കാട്ടോ, ഒന്നും പറഞ്ഞ് ഇതിന് ലൂസ് ആവുമൊന്നുമില്ല ഇത്. അപ്പോൾ നമുക്കിതിങ്ങനെ പുറലോട്ട് കൊണ്ടുപോയിട്ട് വരാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് ഞാൻ നോക്കി, അപ്പോൾ ഒരു ഫുൾ 360 നമുക്ക് കിട്ടും ഇതിനകത്ത്. 1 2 3 4 5 6 നല്ല സൂപ്പറായിട്ട് നമുക്ക് 360 ഒക്കെ കിട്ടും. ഇതിങ്ങനെ വലിച്ച് ഇടാനുള്ള സാധനമാണ്. ഇതിനെ വലിച്ച് നമുക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നല്ലൊരു സാധനമാണെന്ന് നമുക്കിപ്പോൾ വേണമെങ്കിൽ, ഇപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഇവിടെ എന്തെങ്കിലും ചെയ്ത് നമുക്ക് സാധനം പൊടി വെക്കാം. അതാണ് ഇപ്പോൾ ഫോം വെച്ച് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സൈഡിലോട്ട് ആക്കിയിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി. കണ്ടോ, ഇപ്പോൾ നമുക്കിവിടെ ആർട്ടോ ക്രാഫ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുന്നത് എന്നൊരു വീഡിയോ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ നല്ല യൂസ്ഫുൾ ഫീച്ചറാണ്. അപ്പോൾ ഉണ്ടോ, നമ്മളിങ്ങനെ മടക്കി ഒടിച്ചൊക്കെ എടുക്കാം, ഒടിക്കരുത് പ്ലീസ്. അപ്പോൾ നല്ലൊരു ഫീച്ചറാണ്. കണ്ടോ, അതിൻ്റെ ഒരു ഇതുണ്ടോ, വെടുത്തും നല്ലൊരു സാധനമാണിത്. അപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ ഇനിയും ഇപ്പം എൻ്റെ പഴയ ഫോണിൽ വെച്ചത് എങ്ങനെയാണ് സെൽഫി സ്റ്റിക്ക് നമുക്കിതാ ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഉള്ള എല്ലാം കാണാം. നല്ലൊരു സാധനമാണ്. അപ്പം നമുക്ക് പല രീതിയിൽ ഇത് ഉപയോഗിക്കാം. ഇതിൻ്റെ ഫീച്ചർ എത്ര ഉള്ളൂ നല്ലൊരു കാര്യം, എങ്ങനെ ഉപയോഗിക്കുന്നതെന്നും ഒരു കാര്യമുണ്ട്. അപ്പോൾ നമുക്കിതാണെങ്കിൽ ഊരെടുക്കാം കൈസ്. നമുക്ക് നേരത്തെ പഴത്തേക്ക് വെച്ചിട്ട് ഊരെടുക്കാം, ഫിറ്റ് ചെയ്യാം, ഊരെടുക്കാം. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇത് നമുക്ക് ഈ സാധനം ഇവിടെ ഒരു സാധനമുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ ടൈ ചെയ്താൽ നമുക്കിതൊരു ഫോൺ സാധനം ഇങ്ങനെ ഊരെടുത്തുണ്ട് കണ്ടോ. അപ്പോൾ നമുക്കിത് ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഫോൺ ഇതായിട്ട് ഉപയോഗിക്കാം കണ്ടോ.
അപ്പം നമുക്ക് ഇവിടുന്ന് ഫോൺ കാണാം. ഇപ്പം എന്തെങ്കിലും അത്യാവശ്യം കോളൊക്കെ വരെ നമുക്ക് ഇതിങ്ങനെ എടുത്ത് ഉപയോഗിക്കാം. എന്നിട്ട് ഇതിങ്ങനെ നല്ല വീഡിയോസ് വല്ലതും കാണണമെങ്കിൽ ഇതിനോട് ഇതിന് വെക്കാം. അപ്പം ഇതാണ് ഇപ്പം ഇതൊരു എന്താ 3-in-1 ഡിവൈസ് ഞാൻ ഇപ്പം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആവശ്യം കണ്ട് നമുക്കിതിങ്ങനെ അടച്ചും വെക്കാം. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് നമുക്കിത് തിരിച്ചും വെക്കാം. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലോങ്നെസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ വേറൊരു ഫീച്ചറും കൂടെ ഉണ്ട്. ഇത് സാധനമില്ല അടിയെടുത്താൽ ഇത് നമുക്കിങ്ങനെ വലിക്കാം ഗൈസ്. നമുക്ക് പാട് പറഞ്ഞ കാര്യമൊന്നുമില്ല. ഇതൊന്ന് താത്തോട്ടാക്കിയാലും മതി. ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ കാണിക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇതിപ്പോൾ എന്താ സാധനം എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ പറഞ്ഞിടേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ വെച്ച് നമുക്ക് വീഡിയോ വ്ളോഗ് ചെയ്യാം. അപ്പോൾ ഇതൊരു നല്ലൊരു ഹോൾഡറും കൂടിയാണ് ഫോണിന്. അപ്പോൾ ഇതിട്ട് വീഡിയോ എടുത്താൽ അനക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന സാധനം എന്താണെന്ന് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ കരിഞ്ഞു പോകും. അപ്പോൾ ഞാനത് കാണിക്കുന്നില്ല. അപ്പോൾ ഇത് എന്തൊരു ഇങ്ങനെ ഉപയോഗിക്കാം നമുക്ക്. ഇപ്പം താഴേക്ക് ഇതിൻ്റെ റീച്ചബിലിറ്റി ഇപ്പോൾ എത്ര പൊക്കമുണ്ട് അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ റീച്ചബിലിറ്റി. ഞാനത് നൈസായിട്ട് കുറേ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോണിൻ്റെ ഒരു ഉണ്ടോ ശരിക്കും പറഞ്ഞാൽ ആ കസേരയേക്കാളും നീളമുണ്ട് ഇതിന് കമ്പാരിസൺ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു നീളവും പൊക്കവും വീതിയൊക്കെ ഇതിനുണ്ട് കേട്ടോ. നല്ലൊരു സാധനമാണിത്. അപ്പോൾ ഇതിനകത്ത് ഇത് മാത്രമല്ല ഇങ്ങനെ നമുക്ക് വെച്ചുകൊണ്ട് വേണമെങ്കിൽ ഇപ്പം എനിക്ക് ഇവിടെ നിന്ന് വ്ളോഗൊക്കെ ചെയ്യാം. അപ്പോൾ ഒരാളുടെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊരാൾ ഫോൺ നമുക്ക് ഇങ്ങനെ മേടിപ്പിക്കാം. പോകുന്നില്ല, മേടിക്കണ്ട. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതിങ്ങനെ താഴോട്ട് വെക്കുകയും ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിപ്പോൾ വീണാൻ അപ്പം അത്രയ്ക്ക് സപ്പോർട്ട് അതിങ്ങനെ ഒരെണ്ണൊക്കെ വീഴും. അപ്പം എന്തെങ്കിലും വെച്ചാൽ മതി അവിടെ. അപ്പോൾ നല്ലൊരു സാധനമാണത്. അപ്പോൾ ആ ഫോണിനകത്ത് ഇതുള്ളതുകൊണ്ടാണ് താഴോട്ട് ഇടാൻ പോയത്. അപ്പോൾ കുഴപ്പമില്ല. അത് കൺട്രോൾ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നല്ലൊരു സാധനമാണിത്. അപ്പോൾ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. പേടിക്കണ്ട. അത്ര രണ്ട് കാണിച്ചതും പറഞ്ഞത് ഒട്ടുമൊന്നുമില്ല സാധനം. അപ്പോൾ ഇതിനകത്ത് വേറൊരു അസംബിൾ ചെയ്യാം നമുക്കിത്. അപ്പോൾ ഇതൊരു പ്രോപ്പർ ഫോൺ ഹോൾഡർ നീളമുള്ള നമുക്ക് താത്തി അങ്ങോട്ട് പഴയ രീതിയിലാക്കാം. വേണ്ട സാധനത്തിൻ്റെ സൈസ് എത്ര പെട്ടെന്ന് പറഞ്ഞു നോക്കി. അപ്പോൾ ഇത് എടുക്കണമെങ്കിൽ നമുക്ക് ഇന്ന് പൊക്കണം. ഇത് പൊക്കിയിടുക. ഇവിടെ ഒരു ബട്ടൺ പോലെ സാധനമില്ലേ, ഇവനെ നമുക്ക് അങ്ങോട്ട് ഊരെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് താത്തണം. എന്നിട്ട് ഇത് അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഇത് പൊക്കിയിട്ട് വേണം എടുക്കാൻ കണ്ട, അല്ലെങ്കിൽ ബ്ലോക്കായി പോകും. അപ്പം ഇതാണ് നമ്മുടെ ഇതിനകത്തൊരു താരം. ഇത് ചാർജബിൾ അല്ല, ബാറ്ററിയാണ്, സെല്ല് ബാറ്ററിയാണ്. അപ്പോൾ നിങ്ങൾ അത് വാങ്ങിച്ച് തരണം. അപ്പോൾ ചാർജബിൾ ആണെന്ന് പറയണ്ട, ഇടക്കിടക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫോൺ ഇത് നമുക്കിത് ഓണാക്കാം. നമുക്കിത് താഴോട്ട് കാണിച്ചാൽ മതി, ഇത് ഓണായിക്കോളും. അപ്പോൾ ഓണായപ്പോൾ തന്നെ ഇതിനകത്ത് ലൈറ്റ് കത്താം. അപ്പം ലൈറ്റ് കത്തി കേട്ടോ. അപ്പോൾ അതിനകത്ത് ലൈറ്റ് കത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഞാനിപ്പോൾ ഒന്ന് ലൈറ്റ് കത്തുന്ന സീൻ കാണിച്ചു തരാം. ഈ ലൈറ്റ് കത്തുമെന്ന് പറഞ്ഞ് ലൈറ്റ് കത്തുമ്പോഴാണ് കട്ടായെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈ ലൈറ്റ് ഓഫ് ചിലപ്പോൾ ഇത് ഇപ്പോൾ എൻ്റെ ഫോണിൽ ഞാനിപ്പോൾ സാധനം കാണിച്ചു തരാം. എൻ്റെ ഫോണിൽ ഇപ്പോൾ ബ്ലൂടൂത്തൊക്കെ ഓഫാണ്. ഞാനിപ്പോൾ എൻ്റെ പഴയ ഫോണിലാണ് എടുക്കുന്നത്. പഴയ ഫോൺ തൽക്കാലം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിനകത്ത് ഞാനിപ്പോൾ ബ്ലൂടൂത്ത് ഓണാക്കാം. ഞാൻ ബ്ലൂടൂത്ത് ഓണാക്കുന്ന സമയത്ത് അതിൽ ലൈറ്റ് പയ്യെ മിങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നേരം ഇത് കഴിയുമ്പോൾ കണ്ടു ഗൈസ് ഇതിൻ്റെ ഇപ്പോൾ ഇതിനകത്ത് ലൈറ്റ് കത്തുന്നില്ല. അതിൻ്റെ അടുത്തത് അടിച്ചു പോയോന്നോ അല്ലെങ്കിൽ നിന്ന് പോയോന്നോ അല്ല, കണക്റ്റ് ആയെന്നാണ്. ലൈറ്റ് എത്തില്ലെങ്കിൽ സാധനം അടിച്ചു പോയെന്ന് കാര്യം വിചാരിക്കരുത്, കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഫീച്ചർ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ ക്യാമറയിൽ പോവാം. ക്യാമറ എടുക്കുക. അപ്പോൾ ഇപ്പോൾ ഈ ക്യാമറ തിരിച്ചു പിടിച്ചു എന്നെ പോകാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പിന്നെ അത് നിൽക്കാൻ എനിക്ക് ചിലപ്പോൾ വല്ലൊന്നുമില്ല. അപ്പോൾ അപ്പോൾ ഇവിടുത്തെ ഫോട്ടോസ് നമുക്ക് എടുക്കാം. ഇപ്പോൾ ഓക്കെ, ഇത് മാത്രമല്ല വീഡിയോ ആണെങ്കിൽ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ആണെങ്കിൽ തന്നെ എടുക്കാൻ നമുക്ക് ദൂരം ചെയ്യാം. ഇപ്പം ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഗുണമെന്ന് നമ്മളിപ്പോൾ ആക്റ്റീവേറ്റ് ആകുന്നത്. അപ്പോൾ
ആ വീഡിയോ ഓണായി, ഇപ്പോൾ വീഡിയോ ഓഫായി. ഇപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ല, ഫോട്ടോയിൽ ഞാൻ കാണിച്ചു തരാം. അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പം ഇത് ഞാൻ ഓഫ് ചെയ്യുന്ന എഴുതുക, ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അത് കാണിച്ചൊന്നും പറ്റില്ല. ഇപ്പം ഞാനിത് അപ്പം തന്നെ ഓൺ ചെയ്ത് ഞാനത് ഇത് പെട്ടെന്ന് കണക്റ്റ് ആയാൽ പിന്നെ ഇത് ചട്ടപടയെന്ന് പറഞ്ഞാൽ കണക്റ്റ് ആകും പെട്ടെന്ന്. ഒരു 2 സെക്കൻഡുകളിൽ എന്താണ് സാധനം ഇപ്പം കണക്റ്റ് ആയതുണ്ടോ, അതാണ്. ഇപ്പം ഇത് ഓഫ് ഇപ്പം ഞാൻ ഓഫ് ചെയ്തു. ഇപ്പം ഇപ്പോൾ ഓണാണ്. ഇത് ഞാനിപ്പോൾ ഓഫ് ചെയ്തു സാധനം. ഇപ്പം ഇത് വന്നില്ല. അപ്പോൾ ഇപ്പോൾ ഈ സെക്കൻഡ് ഞാൻ ഓൺ ചെയ്തു, അപ്പോൾ തന്നെ ഫോട്ടോ എടുത്തു. അപ്പോൾ പെട്ടെന്ന് ക്വിക്ക് കണക്റ്റാണ് നമുക്കിതിൽ കിട്ടുന്നത്. വേഗം നമുക്ക് ഇത് കണക്റ്റ് ആകാം. അപ്പോൾ ഇതൊരു നല്ല ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ നല്ല സ്നാപ്പി ഫീലാണ്. ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് തന്നെ സുഖം തോന്നി ഇതിൻ്റെ ഈ ഒരു സ്നാപ്പി ഫീൽ കാരണം. അപ്പോൾ ഇതൊരു നല്ലൊരു ഫീച്ചറാണ് വ്ളോഗ് ചെയ്യുമ്പോഴും. ഇപ്പോൾ സ്റ്റിക്ക് നമ്മൾ മുകളിലോട്ട് പിടിക്കുകയാണെങ്കിൽ ഇത് ആവശ്യം വരും. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഈ സ്ഥലത്ത് ഞാനിപ്പോൾ അതെ ഇപ്പം ഞാനിത് പഴയ പോലെ ആക്കി ഇതിങ്ങനെ ആക്കാം. അപ്പോൾ അത് ഞാൻ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കണം നമ്മൾ ഫോൺ ഇത് അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പോൾ ഇപ്പോൾ ഒരു സെൽഫി എടുക്കണം. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഒരു സെൽഫി ഇടണം. അപ്പോൾ അവിടെ പോയി ആരും നിൽക്കണം, ആരും നിൽക്കില്ല. ഇത്രയുള്ള കാര്യം കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ്. അപ്പോൾ അതൊരു നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. വെയിറ്റ് ഷാൻ ഇപ്പോൾ പിടിക്കുമ്പോൾ നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ 2 കൈയൊക്കെ പിടിക്കുക. അപ്പോൾ അത്യാവശ്യം നീളമുണ്ട്. ഇത്ര നീളത്തിൻ്റെ ഒന്നും ആവശ്യമൊന്നും ശരിക്കില്ല, ഞാൻ കാണിച്ചെന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് ചെറുതായിട്ട് കാര്യം കഴിഞ്ഞു. അപ്പോൾ ഇത് ഇപ്പം ഇതിൻ്റെ ഈ സ്വിച്ച് നല്ല ആവശ്യമുള്ളതാണ്. അപ്പോൾ നമുക്കിത് വേണ്ട, കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് ചെയ്തതാ ഇവിടെ പിടിപ്പിക്കാം. ഇവിടെ ഓഫ് ചെയ്താ ഇങ്ങനെ കഴിഞ്ഞ് അല്ല സാധനം അവിടെ പിടിച്ച്. ഇത്ര ഉള്ളു കാര്യം കഴിഞ്ഞാൽ പിടിപ്പിക്കുക. സാധനം കട്ടാവും. പിന്നെ എനിക്കിട്ട് കാര്യം നമുക്ക് ഇവിടെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കാണിക്കാം. എൻ്റെ എളുപ്പത്തിൽ ഞാനിങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ സാധനം കഴിയുമ്പോൾ ഇവിടെയൊക്കെ ഭയങ്കര ലൂസാണ്, പക്ഷെ ഇങ്ങോട്ട് അടുപ്പിക്കുമ്പോൾ ഒരു ടൈറ്റ് ആവും. കണ്ടോ, കുറച്ച് സ്ട്രെയിൻ നമ്മൾ എടുക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ അടിച്ചു പോകുന്ന ആരും വിചാരിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ആവശ്യമുള്ള ഒരു ബ്ലോഗറിന് കേട്ടോ, ഇങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. പിന്നെ അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽ അത്യാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാ ഇപ്പം ഇതാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഇതാ ഇപ്പം താത്തി. അപ്പോൾ ഈ സാധനം ഞാൻ ഇങ്ങനെ വലിച്ചെടുത്ത്. അപ്പോൾ ഇതിനകത്ത് റബ്ബറാണ് കണ്ടോ, റബ്ബർ ആയതുകൊണ്ട് വലിഞ്ഞൊന്നും പോരില്ല. അപ്പോൾ പേടിക്കണ്ട, ഗ്രിപ്പ് ഉണ്ട് ഇതിന്. അപ്പോൾ നല്ല രസമാണ് സൗണ്ട് കേൾക്കാൻ. അപ്പോൾ ഇത്ര കാര്യം കഴിഞ്ഞു. ഇത് അത്രയും വലിയ സാധനം ഇപ്പോൾ എത്ര ചെറുതായെന്ന് നോക്കിയേ. 4-in-1 ഡിവൈസാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നല്ലൊരു ആവശ്യമുള്ള എല്ലാ യൂട്യൂബറിനും ഒരു ആവശ്യമുള്ള സാധനമാണ്. നിങ്ങൾ ഒന്നൊന്നായിട്ട് വാങ്ങണ്ട. ട്രൈപോഡും ഇങ്ങനെ തന്നെ വേറെ ആയിട്ട് വാങ്ങണ്ട, ഇത് തന്നെ ഇട്ട് വാങ്ങിച്ചോ. ഇതിനകത്ത് എല്ലാം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞ ഇതിലാണെങ്കിൽ ആവാം, ഒരു വ്ളോഗിങ് സ്റ്റിക്ക് എന്ന് പറഞ്ഞ ഇതിലാവാം, സെൽഫി സ്റ്റിക്ക് ആവാം, വലുതാവാം. ഇത് മതി ശരിക്കും പറഞ്ഞ ഒരാൾക്ക്. ശരിക്കും പറഞ്ഞാൽ ഒരു യൂട്യൂബർ അത്രയും വലിയ സാധനത്തിന് ആവശ്യമൊന്നുമില്ല. ഇതിൽ തൊട്ട് നമുക്ക് ഞാൻ വ്ളോഗ് ചെയ്യാം, നമുക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് വ്ളോഗ് ചെയ്യാം. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു പൊളി എക്സ്പീരിയൻസ് ആയി. ഞാൻ ഈ ഫോണിനകത്ത് വെച്ചിട്ട് ഒന്ന് കാണിച്ചു തരാം. ഞാൻ നല്ലൊരു സ്റ്റാൻഡേർഡ് ഫോൺ, ഞാനൊരു നീട്ടലുമില്ല. ഇതിപ്പോൾ ആ രീതി വ്ളോഗ് ചെയ്താൽ ഇങ്ങനെ ഇരിക്കും. നമുക്കൊന്ന് നീട്ടണ്ടേ ഇതിനി. ഇപ്പോൾ വല്ല നീട്ടമൊന്നും തോന്നിക്കാണുന്നില്ല, എന്നാൽ ഞാൻ ഇങ്ങനെ നീട്ടാം. മോനെ എൻ്റെ അണ്ണന്ന് നീണ്ടുപോയി കണ്ടോ. ഞാൻ ഇവിടെ ഒന്നും അല്ല ഇപ്പോൾ. അപ്പോൾ അത്യാവശ്യം നല്ല നീട്ടുള്ള സാധനമാണ്. ഇപ്പം നമുക്ക് എന്തായാലും ഞാനിപ്പോൾ തിരിച്ചെടുക്കുകയാണ് വെച്ചാൽ ഇപ്പം എന്തായാലും ക്ലോസ് ആയിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യണമെങ്കിൽ അതിനും ഈ സാധനം വർക്കാവും. മുകളിലത്തെ ആ ഒരു പട്ടിക്കുട്ടി, അപ്പം അതിൻ്റെ ഒരു ക്ലോസ് ആയിട്ട് കണ്ടോ, ഒബ്സർവ് ചെയ്ത് വെക്കാം. ഉണ്ടോ ഇപ്പം അതിൻ്റെ ഒരു വീഡിയോ എടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇരുന്നാണ് ഇത് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നീളം കണ്ടില്ല. അതിൻ്റെ കുറച്ച് വെയിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒന്നും പറഞ്ഞാൽ അതിൻ്റെ വർക്കിംഗ് പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. ഇങ്ങനെ നമുക്ക് ലോങ് ഉള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഇതെടുക്കാം. അപ്പം അങ്ങനത്തെ നല്ല ഒരു ഫീച്ചർ ഇതിനകത്ത് ഉണ്ട്.
മൊത്തത്തിൽ നിന്ന് വെച്ച് നോക്കിയാൽ എനിക്കൊരു നല്ല പ്രൊഡക്റ്റായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ ഫോമാണ് ഞാനിപ്പോൾ ഇതാ മടക്കി ചുരുട്ടി ചെറുതാക്കി ഓടി ഇതല്ല ഈ സാധനമാക്കാം ഫ്ലം നമുക്ക് 360 അടിയാം. എന്നിട്ട് ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഊരിപ്പോൾ ഇങ്ങനെ ലൂസാക്കിയിട്ട് വേണം ഇത് ഊരാൻ. കാരണം അതിന് സ്ട്രെയിൻ കൊടുക്കരുത് നമ്മളെ സാധനത്തിന്. കണ്ടോ ഇപ്പോൾ ഇത് ലൂസായപ്പോൾ കണ്ട് നമുക്ക് ടൈറ്റ് ആക്കാം. അപ്പോൾ I am pretty happy with this product. Let me see your guys' opinion. You can comment your opinions in the comment section, of course. അപ്പോൾ ഇതെനിക്ക് ഇതിനെ പറ്റി പറയാനുള്ളൂ. അപ്പോൾ ഇടണമെന്ന് തോന്നിയിട്ട് വീക്കുളിൻ്റെ S6 സെൽഫി സ്റ്റിക്ക്. അപ്പോൾ ഇത് ആമസോണിൽ കിട്ടും. അപ്പോൾ വേണ്ട വരും എടുത്തോ. അപ്പോൾ that's all I have for now. It's me, Adarsh from Editex. Signing.